പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വാക്കുകളെ തരണം. വചനത്തിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഞങ്ങളുടെ പഠനം ഞങ്ങൾക്കും അനേകർക്കും പ്രയോജനപ്പെടണമേ. നിൻ്റെ ആത്മാ പ്രവർത്തിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഇന്ന് പഠിക്കാനും ധ്യാനിക്കാനും ആരംഭിക്കുന്നത് ഫിലിപ്പിയർ 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ 7-ാമത്തെ വാക്യം വായിക്കാം. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് 8-ാം വാക്യം ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. മനുഷ്യനായി തീർന്നപ്പോഴേ തന്നെ തന്നെ താഴ്ത്തി എന്ന് പറയുമ്പോൾ ദൈവം മഹത്വം എന്ന പ്രത്യേക അവകാശം ഉരിഞ്ഞു വെച്ചു എന്നാണ് അതിൻ്റെ സൂചന. ദൈവികത്വം ഇല്ലാതാക്കിയെന്നല്ല, അവകാശമുള്ള മഹത്വത്തിൻ്റെ അവസ്ഥയാണ് വേണ്ട എന്ന് വെച്ചത്. അതുതന്നെയും തൻ്റെ ഉയർത്തലിൽ പൂർവസ്ഥിതിയിൽ ആക്കപ്പെടുകയും ആക്കപ്പെട്ടു. യോഹന്നാൻ 17-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ആ മഹത്വം തരണമേ. സംശയമൊന്നുമില്ല, തരും. അങ്ങനെയാണ് അതിൻ്റെ. മത്തായി 17-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. യേശു രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവമാണത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. അവൻ മഹത്വം സ്വയം ഉപേക്ഷിച്ചത് മനുഷ്യാവതാരത്തിൻ്റെ അവമാനം ആയിരുന്നു. ആ ഡോക്സ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചു. അത് മനുഷ്യാവതാരത്തിൽ യേശു കർത്താവ് സ്വീകരിച്ച ആ അവമാനമാണത്. ദാസൻ്റെ രൂപമാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ദാസൻ്റെ അവസ്ഥയിലേക്ക് വന്നു. ആര്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ദാസൻ്റെ അവസ്ഥയിലേക്ക് വന്നു എന്നാണ്. 2 തരത്തിലുള്ള വിപരീതത്വം നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ രൂപം. 2-ാം അധ്യായത്തിൽ 6-ാം വാക്യമാണ്. രണ്ടാമത്, അവസാനം ഒരു പുതിയ നാമം നൽകപ്പെടുന്നു, കർത്താവ് എന്ന്. സ്വയം ദാസനായി തീർന്നവൻ കർത്താവായി തീർന്നു. സ്വയം താഴ്ത്തപ്പെടുകയും മനുഷ്യനായി തീരുകയും ചെയ്തു. എങ്കിലും ദൈവത്തോട് തുല്യനായവൻ അങ്ങനെ അല്ലാതായി തീർന്നിട്ടില്ല. 2 കൊരിന്ത്യർ 8:9 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി തന്നെ. ഹെബ്രായ 5:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു.
അവനൊരു യഥാർത്ഥ മനുഷ്യനായി തീർന്നു എന്ന് മാത്രമല്ല, പ്രത്യേകമായ അവകാശങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അവൻ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ആയിരുന്നു. ഗലാത്യ 4:4 പൗലോസ് എഴുതിയിരിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നിയമത്തിന് അധീനനാ ജനിച്ചു കഴിഞ്ഞപ്പോഴും. റോമർ 8:3 ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായിരുന്നത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. തൻ്റെ ഐഹിക ജീവിതകാലത്ത്, ഹെബ്രായർ 5:7 ഐഹിക ജീവിതം എന്നുള്ള പ്രയോഗം വന്നത്, അവൻ മനുഷ്യർക്ക് കാണപ്പെട്ടതുപോലെ അവൻ്റെ ബാഹ്യരൂപം ഒരു മനുഷ്യൻ്റേതായിരുന്നു. യേശുവിനെ കാണുമ്പോൾ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ വസിച്ചു. അവൻ തന്നെ താഴ്ത്തി. യെശയ്യാ 53:8 പറയുന്നു. അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തന്നെ താഴ്ത്തി എന്നത്. യെശയ്യാ 53:8 മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരറിഞ്ഞു? അങ്ങനെ ആരെങ്കിലും കരുതിയോ? യേശുവിൻ്റെ അവമാനത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് അത്. പിതാവിനോടുള്ള അനുസരണത്തിൻ്റെ പരമകാഷ്ഠയാണ് കുരിശിൽ അവൻ മരിച്ചത്. ദാസനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മരണമാണ്. അത് ദാസന്മാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റോമ 6:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങളവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൻ്റെ മരണം വരെയുള്ള അനുസരണം അത് സാധാരണ രീതിയിലുള്ള ഒരു മരണമല്ല. അത് വീരോചിതമായ ഒരു മരണം തന്നെ. ഹീനമായ രീതിയിലുള്ള കുരിശുമരണവും താൻ സഹിച്ച അവമാനവും സ്വർഗീയവും തേജസ്സുറ്റതുമായ സ്ഥാനത്തെ മാറ്റിക്കളയുകയാണ് ചെയ്തത്. ആ സ്ഥാനമൊന്നും ഇപ്പോൾ ഈ കുരിശിൽ വേണ്ട എന്ന് വെച്ചു. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണ്. പൗലോസ് പറയുകയാണ് 1 തിമോത്തിയോസ് 3:16, നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു, മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. യേശു ജഡത്തിൽ വെളിപ്പെട്ടു. യെശയ്യാ 7:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആരാണത്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു,
നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്. അവൻ നിത്യനായ പിതാവാണ്. സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. നിത്യനായ പിതാവാണവൻ. ലൂക്കാസ് 1:31 പറയുന്നു, മാലാഖ മാതാവിനോട് അറിയിക്കുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വചനമാണവൻ. ഇപ്പോൾ മനുഷ്യരൂപത്തിൽ, ജഡത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, നമുക്ക് കാണുവാൻ സാധിക്കും. 1 യോഹന്നാൻ 4:2 പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ക്രിസ്തുവിൻ്റെ താഴ്മ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനായപ്പോൾ ആ താഴ്മ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. വിവിധ നിലകളിൽ അവൻ താഴ്മ കാണിച്ചു. എല്ലാ ലോക നിഗളങ്ങളിൽ നിന്നും അവനെ ഒഴിഞ്ഞു മാറിയിരുന്നു. ഒന്നാമത്തെ കാര്യം, അവന് സ്ഥാന വലിപ്പമോ പ്രശസ്തിയോ ഇല്ലായിരുന്നു. മത്തായി 2:23 പറയുന്നു, അവൻ നസറായനെന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു. നസ്രത്ത് പട്ടണം അതിപ്രധാനമായ പട്ടണമൊന്നുമല്ല. വിജയാതീരും ചില നാട്ടിൽ നിന്ന് നീക്കപ്പെട്ടവരും വഴക്കാളികളും ഒക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. യേശു അവിടെ പോയി താമസിക്കാനിടയായത് കാരണം അവിടെ ഇച്ചിരുടെ ഭൂമിക്കൊക്കെ വിലക്കുറവുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നിടമാണ്. അപ്പം അവിടെ ചെന്ന് യേശു താമസിക്കാനിടയായത്. ധനപരമായ രീതിയിൽ താഴ്മയുള്ളവനായിരുന്നു യേശു. മത്തായി 8:20 യേശു പറയുക, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. ഒന്ന് കിടക്കണോ? സ്ഥലമില്ല. ആർക്കാ? പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച, നക്ഷത്രജാലങ്ങളെല്ലാം സൃഷ്ടിച്ച, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ ഇങ്ങനെ സൃഷ്ടിച്ച് ക്രമീകരിച്ച, മനുഷ്യർക്കിതെല്ലാം നൽകിയ ദൈവം മനുഷ്യനായി, ഇമ്മാനുവേൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചാൽ അവന് സ്ഥലം കിട്ടിയില്ല. പ്രസവിച്ച് വീഴാനും സ്ഥലം കിട്ടിയില്ല. അതും നമുക്കറിയാം. മൂന്നാമതൊരു കാര്യം, ഗണനീയത്വത്തിൽ വളരെ താഴ്മയായിരുന്നു. മത്തായി 13:55 പറയുന്നു, ഇവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, യാക്കോബ്, ജോസെ, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ. അത്രയുള്ള വില കൽപ്പിക്കുന്നുള്ളൂ. വേറെ വലിയ ആൾക്കാരായിട്ട് ആ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല. 4 രാജ്യത്വത്തിൽ താഴ്മയുണ്ട്. യോഹന്നാൻ 13:5 പറയുന്നു, അനന്തരം അവനൊരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അടിമകൾ യജമാനൻ ചെയ്യുന്ന ഒരു കൃത്യമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇവിടെ മനുഷ്യനായിട്ട് വന്നപ്പോൾ തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. അവനോടുകൂടി പങ്കുണ്ടാകാൻ കഴുകണമെന്ന് യേശു പറയുകയും ചെയ്തു. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. അങ്ങനെ നിങ്ങളും ചെയ്യണമെന്ന് യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെയും അത് കേട്ടോരതനുസരിച്ചോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. കാലുകൾ കഴുകുക അക്ഷരാർത്ഥത്തിലും അത് ആവശ്യമാണ്. കാരണം അക്ഷരാർത്ഥത്തിൽ അത് നിറവേറ്റുമ്പോൾ ആത്മീയമായ തലത്തിൽ നമുക്ക് ഹൃദയത്തിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അവൻ മരണത്തോളം അനുസരണമുള്ളവനായി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ 53:12 ഇങ്ങനൊരു വാചകം എഴുതിയിട്ടുണ്ട്,
മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും, ശക്തന്മാരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടത്. ഒരു കുറ്റവും കണ്ടില്ലെങ്കിലും നിഷ്കളങ്കനാണെന്ന് ന്യായാധിപൻ പറഞ്ഞിട്ടും പ്രഖ്യാപിച്ചിട്ടും അവസാനം പാപികളെ വിധിക്കുന്നത് പോലെ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളാൻ പീലാത്തോസ് പറഞ്ഞു വിട്ടു. ഇവൻ മരണത്തിന് അർഹനാകുന്നു, ഇവനെ ക്രൂശിക്കുക എന്ന ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് ജനങ്ങളെ ആർത്തട്ടഹസിച്ചു. നീതിമാനും പരിശുദ്ധനുമായവനെ അവർ കൊലയ്ക്ക് കൊടുത്തു. അവരുടെ കുറ്റം മാത്രമല്ല, നമ്മുടെയും പാപത്തിൻ്റെ ഫലമാണ്. നമ്മുടെ പാപഭാരം അവനാണ് പേറിയത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ല ഇടയനാണ് യേശുക്രിസ്തു. നല്ല ഇടയൻ ആടുകളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പരിത്യജിക്കാൻ തയ്യാറാണ്. യോഹന്നാൻ 10:11 പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും എന്നർത്ഥം. നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായത് വഴി നമ്മോടുള്ള സ്നേഹം അവൻ പ്രകടമാക്കുന്നു. റോമർ 5:8 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹം പ്രകടമാക്കപ്പെടണം, എങ്കിലല്ലേ അറിയത്തുള്ളൂ. ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെന്ന് പറയുകയും അത് പ്രകടമാക്കാതിരിക്കുകയും ചെയ്താൽ മറ്റേ വ്യക്തിക്ക് നമുക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും? പ്രകടമാക്കണം. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമല്ല. സ്നേഹം എപ്പോഴും പ്രകടമാക്കണം. ദൈവം സ്നേഹമാകുന്നു, ബൈബിൾ വാക്യമാണ്. പക്ഷേ അത് സ്നേഹം പ്രകടമാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അത് നമ്മൾ ഗ്രഹിക്കണം, അത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ജീവനെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു. പാപികളായ നമ്മളെ ദൈവം സ്നേഹിച്ചു. എന്താണ് തെളിവ്? തൻ്റെ പുത്രൻ ക്രൂശിൽ പെടഞ്ഞു മരിക്കുവാൻ തക്കവണ്ണം അവനെ ഇങ്ങോട്ട് വിട്ടു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ സ്നേഹം അവിടെ പ്രകടമായിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ കർത്താവാകുന്നു. റോമർ 14:9 എഴുതിയിരിക്കുന്നു, ജീവിച്ചവരുടെയും മരിച്ചവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. രക്ഷപ്രദാനം ചെയ്യുന്ന ഒരു സുവിശേഷമാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളോടൊരു സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത് ഒരു വാർത്ത മാത്രമല്ല, വാക്കിൻ്റെ അർത്ഥം ഒരു വാർത്തയാണല്ലോ, നല്ല വാർത്ത. ഒരു നല്ല വാർത്തയാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കും. അതിൽ വിശ്വസിച്ചാൽ രക്ഷ ലഭിക്കും. രക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു സുവിശേഷമാണ് നമ്മളോട് പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ക്രിസ്തു സഭയുടെ പ്രാധാന്യം. ഈ രക്ഷ വേറെ എങ്ങും കിട്ടത്തില്ല, വേറെ എങ്ങും ആരും പറയത്തുമില്ല, പറയാൻ അവിടെ ഇല്ല. ഇവിടാണ് അതുള്ളത്. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ, അവൻ്റെ സുവിശേഷം വഴിയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് അത് പ്രഘോഷിക്കണമെന്ന് നമ്മളോട് ഇത്ര കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും നാം വിശ്വസിക്കുകയും അതിൽ അടി ഉറച്ച് നിലകൊള്ളുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളൊന്നും വരണ്ട.
നമ്മളതിൽ ഉറച്ചു നിൽക്കണം. 1 കൊരിന്ത്യർ 15:3-4 പൗലോസ് പറയുക, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നു. പൗലോസിന് ലഭിച്ചു, അത് ഇങ്ങോട്ട് ഏൽപ്പിച്ച് തരികയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. വാചകം തീരുന്നില്ല, നമുക്ക് വേണ്ടി അവൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ ശരീരം അഴിഞ്ഞു പോകുകയില്ല. അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമുക്ക് ഏറ്റുപറയാൻ സാധിക്കും, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. തോമസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കും, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ്? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം. ഉയർത്തില്ലായിരുന്നെങ്കിൽ നമുക്കത് സംശയിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ചെയ്യണം. ഇനി നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി അല്ല. നാം ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ഒക്കെ ഇങ്ങനെ നടത്തണമല്ലോ. പിള്ളേരുടെയും കാര്യം, കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നടത്തി ഇങ്ങനെ അങ്ങ് പോകണം. നമുക്ക് വേണ്ടി അല്ല നാം ജീവിക്കുന്നത്, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. 2 കൊരിന്ത്യർ 5:15 പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ദൂതന്മാരെക്കാട്ടിൽ അല്പം താഴ്ത്തപ്പെട്ടു യേശു മനുഷ്യനായി മരിച്ചു. ദൂതന്മാരെക്കാട്ടിൽ അല്പം താഴ്ത്തപ്പെട്ടു. പക്ഷെങ്കിൽ അവൻ മഹത്വത്തിൻ്റെ കിരീടമണിഞ്ഞു. എബ്രായ 2:9 പറയുന്നു, മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടമണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശുവിൻ്റെയാണ്. യേശു നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മൾ മറ്റാരുടെയും അല്ല. അവൻ്റെ രക്തമാണ് വില കൊടുത്തത്. അപ്പം നമ്മുടെ ജീവൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ വില എത്രമാത്രം ഉണ്ടെന്നറിയണം. യേശുവിൻ്റെ രക്തമാണ് വിലയായിട്ട് കൊടുത്തിരിക്കുന്നത്. വെളിപാട് 5:9-10 വാക്യങ്ങൾ പറയുന്നു, അവർ ഒരു നവ്യഗാനം ആലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുരിശുമരണത്തെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന യഹൂദരെ കുരിശിൽ തൂക്കി കൊല്ലുക എന്നതാണ് റോമൻ അധികാരികൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതിനാൽ യേശുവിനെയും അവർ കുരിശിൽ തൂക്കി. മരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്ത് പ്രകാരം യേശു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി. നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ രോഗങ്ങളും അവൻ കുരിശിൽ വഹിച്ചു, കുരിശിൽ കൊണ്ടുപോയി, നമുക്ക് വേണ്ടി മരിച്ചു.
യോഹന്നാൻ 19:17 ഇങ്ങനെ നമ്മളോട് പറയുന്നു, അവൻ സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിലെ ഗോൽഗോഥ എന്ന് പറയും, എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. ഹെബ്രായർ 12:2 നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. നമ്മളിവിടെ ഓടുക ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്ത്യ വിശ്വാസത്തിൽ അങ്ങനെ എത്തണമെന്നുള്ള ആ ധൈര്യത്തിൽ, ആശയത്തിൽ, പ്രതീക്ഷയിൽ നാം ഓടുകയാണ്. പക്ഷെ ഓടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിയാലൊന്നും ലക്ഷ്യസ്ഥാനത്തെത്തത്തില്ല. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണം. ആരാണ് യേശു എന്നിവിടെ പറയുന്നു? വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥൻ യേശു ക്രിസ്തുവാണ്. ഈ വിശ്വാസം തളർന്നു പോകും, ചിലപ്പം വർദ്ധിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥിക്കാം. വിശ്വാസം എങ്ങനെയാണ് പൂർണ്ണതയിലെത്തുന്നത്? ആ പൂർണ്ണതയിലെത്തിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അവനെ നമ്മൾ മുന്നിൽ കാണണം. അവനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളോടാൻ. അതാണ് നമ്മുടെ ജീവിതം. യേശു ക്രിസ്തു തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. അതാണ് എൻ്റെ പ്രാധാന്യം. കുരിശ് വഹിച്ചു. ഇപ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെട്ടു. യേശു കുരിശ് ക്ഷമയോടെ സഹിച്ചു. കുരിശ് എന്ന് പറയുമ്പോൾ യേശു മരിച്ച കുരിശ് മരമാണല്ലോ. അതുമാത്രമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ അതിന് അർത്ഥം കൊടുക്കുന്നത് കഷ്ടപ്പാടുകളെന്നാണ്. പക്ഷേ അതും ഓർത്തോണം, എല്ലാ കഷ്ടപ്പാടുകളെക്കുറിച്ചല്ല ഈ കുരിശെന്ന് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്ന പലരും കാണും. പാപം ചെയ്തിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ചത് ഈ കുരിശല്ല, അതോർത്തോണം. എല്ലാ കഷ്ടപ്പാടുകളും ഈ കുരിശിൽ വരത്തില്ല. കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലും സുവിശേഷത്തെ പ്രതിയും നാം കഷ്ടപ്പെടുന്നതിനെയാണ് കുരിശ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നാം കഷ്ടപ്പെടുന്നതിനെയാണ് കുരിശ് എന്ന് പറയുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഓരോരുത്തരും തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചത് ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥം ആകാതിരിക്കാൻ വേണ്ടിയാണ്. 1 കൊറിന്ത്യർ 1:17 പറയുന്നു, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെ അല്ല ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. പൗലോസ് ഒരു വലിയ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തു എന്നെ അയച്ചു, പൗലോസിനെ അയച്ചു, നമ്മൾ ഓരോരുത്തരെ അയച്ചിരിക്കുന്നു. എന്തിനാണ് അയച്ചത്? സുവിശേഷം പ്രസംഗിക്കുവാനാണ്. വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ഭൂമിയിൽ. മതപരമായ രീതിയിൽ നമുക്ക് പലത് ചെയ്യാനുണ്ട്, അല്ലാതെയും പലത് പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ അയക്കപ്പെട്ടതിൻ്റെ പ്രധാന ഉദ്ദേശം സുവിശേഷം പ്രസംഗിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ സ്നാനപ്പെടുത്ത അതൊരു ആവശ്യമാണല്ലോ. അതിനും അല്ല എന്നെ അയച്ചിരിക്കുന്നത്. എന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം സുവിശേഷ പ്രഘോഷണമാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. നമ്മൾ സഭയിലുള്ള അനേക വിശ്വാസികൾ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്. പ്രവർത്തിക്കുക, നമുക്ക് സ്വർഗത്തിൽ അതിന് പ്രതിഫലം കർത്താവ് തരുമെന്നും പറഞ്ഞിട്ടുണ്ട്, തരും. എന്നാൽ പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം, പ്രവർത്തിക്കണം. നമ്മളെ അയച്ചത് സുവിശേഷം പ്രസംഗിക്കാനാണ്. ഈ സുവിശേഷം അത്ര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് അതറിയിക്കണം. പൗലോസ് വീണ്ടും ഒരു കാര്യം പറയുന്നു,
ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ് എനിക്ക് പ്രശംസിക്കേണ്ടത്. ഞാൻ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നില്ല. എനിക്ക് പ്രശംസിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ്. പൗലോസ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണം. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രശംസിക്കാൻ പലർക്കും പലത് കാണും. കുടുംബചരിത്രമോ ജോലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ പണ്ട് ചെയ്ത വലിയ വലിയ കാര്യങ്ങളോ ഒക്കെ എടുത്തു പറഞ്ഞ് പ്രശംസിക്കപ്പെടാം. പക്ഷേ അതൊന്നുമല്ല പൗലോസ് പറയുന്നത്. എനിക്ക് പ്രശംസിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ്. മാത്രമെന്നുള്ള വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിൻ്റെ കുരിശിൽ ഞാൻ പ്രശംസിക്കുന്നു, മറ്റു ചില കാര്യങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറയുന്നതല്ല. ഒരു കാര്യത്തിൽ മാത്രമേ പ്രശംസിക്കുന്നുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ കുരിശിൽ പ്രശംസിക്കുന്നു. ഗലാത്യർ 6:14 പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അതിനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ ഓർക്കണം. നമുക്ക് പ്രശംസിക്കുവാൻ കുരിശ് മാത്രമാണ് ഉള്ളത്. ഈ മരണം മൂലം ദൈവത്തോട് നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുകയാണ്. എഫേസ്യസ് 2:16 പറയുന്നു, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോടെ അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവനിങ്ങനെ ചെയ്തത്. ഇരുകൂട്ടരെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ മാത്രമല്ല, വിജാതിരെ കൂടെ എല്ലാം ദൈവത്തെങ്കിലേക്ക് അനുരഞ്ജിപ്പിക്കണം. യേശു കർത്താവ് അവൻ്റെ രക്തം വഴിയാണ് ഈ സമാധാനം സ്ഥാപിച്ചത്. കൊളോസോസ് 1:20 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോടെ അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമുക്ക് മനസ്സിലായല്ലോ സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന്. അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴിയാണ്. ലോകത്തിൽ സമാധാനമാണോ ഇപ്പോൾ ഉള്ളത് എന്ന് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സമാധാനം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ ഇതുവരെയും സമാധാനം അങ്ങോട്ടാകുന്നില്ല. സമാധാനമാകുന്നില്ല എന്ന് യുദ്ധം നടക്കുകയാണ്. അപ്പം സമാധാനമായില്ലല്ലോ. അത് വലിയ തോതിൽ നമ്മൾ കാണുന്ന ഒരു യുദ്ധമാണ്. പക്ഷെ ഓരോ വ്യക്തിയെയും അവർ ചിന്തിച്ചാൽ അവരുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? കുടുംബത്തെ ചിന്തിച്ചാൽ സമാധാനമുണ്ടോ? രാഷ്ട്രത്തെ ചിന്തിച്ചാൽ സമാധാനമുണ്ടോ? ഒരു പ്രദേശത്തെ നോക്കിയാൽ സമാധാനമുണ്ടോ? ഒരു കമ്പനിക്കകത്ത് സമാധാനമുണ്ടോ? ഇങ്ങനെ നോക്കിയാൽ ഇവിടെങ്ങ് സമാധാനം നമ്മൾ കാണുന്നില്ല. സമാധാനം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴിയാണ് സമാധാനം ഉണ്ടാകേണ്ടത്. അന്നേരമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് തൻ്റെ കുരിശുമരണം വഴി ചെയ്ത് വേറൊരു കാര്യം, ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞു. നമ്മളിപ്പോൾ രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണല്ലോ. അപ്പം ചില നിയമങ്ങൾ പാലിച്ചങ്ങ് സ്വർഗത്തിലോട്ട് ചെല്ലാമെന്ന് വിചാരിക്കുന്നതിൽ ശരിയല്ലെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കാത്ത ആ ലിഖിത നിയമങ്ങളെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. കൊളോസ്യോസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ അടുത്ത വാക്യത്തിലോട്ട് കയറുകയാണ്. 2:2 9 വാക്യം. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. സ്വർഗത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ആരോഹണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അതെന്താണ്? കർത്താവ് എന്നതാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം കർത്താവ്, കീരിയോസ് എന്ന് പറയും. അതിന് തുല്യമായി ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്
അദോനായ്, മൈ ലോഡ്, എൻ്റെ കർത്താവേ, എൻ്റെ യജമാനനെ എന്ന അതിൻ്റെ അർത്ഥം. എഫെസ്യോസ് 1:21. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുപരി അവനെ ഉപവിഷ്ടനാക്കി. 1 പത്രോസ് 3:22 പറയുന്നു, യേശു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടുത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. യേശുവിൻ്റെ ജനനം പ്രവചിക്കുമ്പോൾ തന്നെ യേശയ്യ പറഞ്ഞിരിക്കുന്ന, യേശുവിന് കൊടുത്തിരിക്കുന്ന നാമങ്ങളുണ്ട്. വിസ്മേനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നിങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 19 യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ദർശനം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. വെളിപാട് 19:11 മുതൽ 15 വരെ. സ്വർഗം തുറക്കപ്പെടുന്നു. ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നവൻ ഇരിക്കുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അനേകം കിരീടങ്ങൾ. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ഭരിക്കുന്നു. ഇനിയും 2:10-11 വാക്യങ്ങൾ ഒന്നിച്ച് ഞാൻ വായിക്കുകയാണ്. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും മുട്ടുമടക്കണമെന്ന് വരും. കർത്താവ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മതപരമായ ഭക്തിയോടുകൂടി നാം മുട്ടുകൾ മടക്കേണ്ടതാണ്. പൗലോസ് ഒരു സ്തുതിഗീതമാണല്ലോ ഇവിടെ പാടിയത്. ഈ സ്തുതിഗീതം പരോക്ഷമായി യേശയ്യ 45:23-24 വാക്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. യഹോവയ്ക്കുള്ള ആരാധന കർത്താവിങ്കിലേക്ക് മാറുന്നു, യേശുക്രിസ്തുവിങ്കിലേക്ക് മാറുന്നു എന്നർത്ഥം. യേശയ്യ 45:23-24 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും, നീതിയും ബലവും കർത്താവിൻ്റെ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകും. അത് സർവാധികാരിക്ക് നൽകുന്ന സാർവത്രികമായ ആരാധനയാണ്. യേശുള്ള വിശ്വാസത്തിന് ആദിമ ക്രിസ്തീയ വിശ്വാസികൾ നടത്തിയ ഏറ്റവും പ്രധാനമായ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്നതാണ്. സ്തുതിഗീതത്തിൻ്റെ ഉച്ചകോടിയിൽ ആ വാക്ക് ചേർത്തിരിക്കുന്നു, യേശു കർത്താവാണ്. 1 കൊരിന്ത്യർ 12:3 ഇതേ വിശ്വാസം ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 12:3 ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷ പ്രാപിക്കുന്നതിന് ഈ ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. റോമർ 10:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നാം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ദൈവം ഹൃദയം തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നതിനാൽ നാം നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ നാം ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് നമുക്ക് ദൈവം അധരങ്ങൾ തന്നിരിക്കുന്നത്. തന്മൂലം നാം രക്ഷ പ്രാപിക്കുന്നു. രക്ഷ പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് മനുഷ്യൻ ഉത്തരം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നാണ്. അതിനുത്തരമാണ് റോമർ 10:9. നമ്മളിപ്പോൾ അത് വായിച്ചു.
കൊളോസോസ് 1:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവീൻ. നമ്മൾ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്, പഠിച്ചത്. 2:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശു ദൈവമായിരിക്കെ അവൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തന്നെ താഴ്ത്തി കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ് നാം പ്രശംസിക്കേണ്ടത്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശു കർത്താവിൻ്റേത്. സകലരും അവൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം, രക്ഷ പ്രാപിക്കും. ഇനി നമ്മൾ 170-ാമത്തെ എപ്പിസോഡിൽ ഫിലിപ്പിയർ 2:12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവാത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ട് നമുക്ക് ഓടാം. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.